ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അത് മുട്ടയും ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ച് ഒരു അടിപൊളി പലഹാരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ട എത്ര സ്നാക്സാണോ അതിന് വേണ്ടിയിട്ടുള്ള മൈദമാവ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് മൈദമാവാണ് ഇട്ടേക്കുന്നത്. അതിന് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇത്തിരി വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇളം ചൂടുവെള്ളം, അതായത് കൈ തൊടാൻ പറ്റുന്ന അത്രയുള്ള ഇളം ചൂടുവെള്ളം കുറച്ച് ഒഴിച്ച് നമുക്ക് മാവ് നന്നായിട്ട് ചപ്പാത്തിയുടെ പരുവുണ്ടല്ലോ ആ പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പം ഞാനൊരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നല്ല സ്മൂത്തിൽ ഒരു 2-3 മിനിറ്റ് കുഴച്ചെടുക്കണം. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്സ് നല്ല സ്മൂത്തായിരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഞാൻ കുഴച്ചെടുക്കണം. അപ്പം നോക്കി നല്ല സ്മൂത്തായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ അടുപ്പിൽ ഗ്യാസിൽ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സവാള ഇടാം. പാകത്തിന് ഉപ്പിടാം. ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഒഴിക്കും. നന്നായിട്ട് മൂത്ത് വരണം. നന്നായിട്ട് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇത് ഓരോ ചെറിയ ഉരുളകളായിട്ട് വയ്ക്കാം. അപ്പം നമുക്ക് 16 ബോൾസുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഓരോന്നായിട്ട് നമുക്ക് പരത്തി കൊടുക്കാം. അപ്പം ഞാൻ തീരെ തിന്നായിട്ടല്ല, എന്നാൽ ഇത്തിരി കട്ടിയുണ്ട്. അപ്പം ഞാൻ ഈ അളവിൽ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ സവാള അതേ മൂത്ത് തുടങ്ങി. അപ്പം ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇടാണ്. അപ്പം അത് നന്നായിട്ട് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂക്കിട്ട് കേട്ടോ. അപ്പം സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി പൊടികളിടാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അപ്പം മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഉരുളക്കിഴങ്ങ് ഒരു 2 ചെറിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ നമുക്കതിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ എല്ലാം മാവും നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ മസാല ഇട്ട് കൊടുക്കാൻ പോകും. അതിലേക്ക് ഒരു മുട്ട വച്ച് ഇങ്ങനെ മടക്കും. എന്നിട്ട് ഇച്ചിരി വെള്ളം തൊട്ട് കൊടുക്കണമായിരുന്നു, അല്ല ശരിക്കും അത് ഒട്ടിയിരിക്കുള്ളൂ.
അത് നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. ഇതല്ല രണ്ടുമൂന്ന് കാണിക്കട്ടെ. അപ്പം ചട്ടിയിൽ ഓയിലൊഴിച്ച് നന്നായിട്ട് ചൂടായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു വശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.